ഹായ് ഹലോ, ഞാൻ ഇന്നൊരു വെറൈറ്റി ദോശ ട്രൈ ചെയ്യുവാണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് സിമ്പിളായിട്ടോ, നമുക്ക് ഈ എന്താ പറയുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഉണ്ടാക്കാനില്ല എന്നൊക്കെ ഉള്ള സാഹചര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ. നമുക്കതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഈ പരിപ്പെടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ 1 മണിക്കൂറൊന്ന് കുതിർന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള പണികൾ ചെയ്യുക. ഇത് അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് മൂങ് ദാൽ, അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 2 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുതിരട്ട് കണ്ടില്ല, അത് നന്നായിട്ട് കുതിർത്തിട്ട് ഞാൻ 2-3 പ്രാവശ്യം കഴുകി ക്ലീനാക്കി എടുത്ത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 വറ്റനമുളക്, അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 എതൾ കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇതിനൊരു നിരപ്പരം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. എന്നിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് അതിനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് അരയ്ക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അന്നിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചീകി എടുത്തതാണ് കേട്ടോ, അത് നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടായ ദോശക്കല്ലിലോട്ട് ഒഴിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ അത് അരച്ചാൽ ഉടൻ തന്നെ ഉണ്ടാക്കാം കേട്ടോ, നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ദോശക്കല്ലിൽ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തു. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കനം കുറച്ച് നന്നായിട്ട് പരത്തണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കനം കുറച്ച് പരത്തിയെങ്കിൽ ആ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ആയിട്ടുണ്ട്, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി 2 സൈഡ് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കണ്ടില്ലേ, അല്ല പേപ്പർ പോലുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ, ചെറുപയർ പരിപ്പൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ കൂട്ടുകാരെപ്പോഴും മറക്കാതെ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എൻ്റെ കൂട്ടുകാർ കണ്ടോ. നോക്കിയേ, ഇതിങ്ങനെ കഴിക്കാം, നല്ല പേപ്പർ പോലെ ഉണ്ട്. ഉണ്ടല്ലേ, ആഹാ, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ, പറയാൻ വാക്കുകളില്ല. വൈകുന്നേരം സമയത്ത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേ പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് നമ്മൾ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ ആഡ് ചെയ്തേക്കുന്നത്. ഡെയിലി ഉണ്ടാക്കി കൊടുത്താൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഓക്കെ, അത്ര ക്രിസ്പി ആയിട്ടൊന്നും നോക്കിയേ. അപ്പം എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പം എൻ്റെ കൂട്ടുകാർ ട്രൈ ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കണ്ടുവരെ. ടേക്ക് കെയർ, ബൈ, സീ യു.